ഓൺലൈൻ എൻ്റെ വോയിസ് ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. Clear answer. എല്ലാവർക്കും മെനി ടു മെനിയുടെ കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നോ? നോക്കിയിട്ടുണ്ടോ? മെനി ടു മെനി കാർഡിനലിന്റെ ഓൺലൈൻ ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? നോക്കിയിട്ടുണ്ടായിരുന്നോ? Yes, sir. Clear is sir. Okay, ma'am. ബാക്കിയുള്ളവർക്കും? അക്ഷയ്, ആൽവിൻ, ജോഷിൻ, നിഖിൽ, സന്ദീപ്. ക്ലിയർ ആയി സർ. ഓക്കെ, നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ടുണ്ടായിരുന്നോ? ക്ലിയർ ആയിരുന്നോ? എന്താണ് ആ ബ്രിഡ്ജ് ടേബിളിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? ഓൺലൈൻ അത് ക്ലിയർ ആയിരുന്നു. എന്താണ് ബ്രിഡ്ജ് ടേബിൾ എന്നുള്ളത്? Yes, sir. Clear answer. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ക്ലാസ്സിന്റെ എൻഡിങ് ആവുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, ക്ലാസ്സിൽ ആരും ഇല്ല. ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യേണ്ടി വരും? ഇതൊന്നുകൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു സമയമാകുമ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്? ആ ഒരു പേജ് നാവിഗേറ്റിന്റെ കൺസെപ്റ്റ് ആയിരുന്നു ലാസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തിയല്ലേ. ഓക്കെ, അതിൽ ആ ഒരു എന്താ പറയാ, സെലക്ടഡ് കണ്ടീഷനും ഡിഫോൾട്ട് സ്റ്റേറ്റും ഇമേജ് വെച്ചിട്ട് അതിനെ ഒന്നുകൂടെ വിഷ്വലി അട്രാക്റ്റീവ് ആക്കുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും ക്ലിയർ ആയിരുന്നു ഓൺലൈൻ? യെസ് സർ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്തു? നമ്മൾ പേജ് നാവിഗേറ്റർ യൂസ് ചെയ്തു. എന്തിനാ പേജ് നാവിഗേറ്റർ യൂസ് ചെയ്യുന്നത്? ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലോട്ട് നമുക്ക് ഈസിലി നാവിഗേറ്റ് ചെയ്യാൻ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്യൂ വരും. ഞാൻ പേജ് 62 പോയി. അപ്പോൾ പേജ് 62 നിന്ന് 64 വരണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇതുപോലെ ഒരു നാവിഗേറ്റർ വേണം. നമുക്ക് എല്ലാ പേജിലും എന്ത് വെക്കാൻ സ്പേസ് ഉണ്ടാവണമെന്നില്ല, നാവിഗേറ്റർ വെക്കാൻ സ്പേസ് ഉണ്ടാവണമെന്നില്ല. കുറച്ച് സ്പേസ് കൺസ്യൂമിംഗ് ആയിരിക്കും. ഒരു 4-5 പേജിൽ റിപ്പോർട്ട് ആണെങ്കിൽ അത്രയും വലിയൊരു ഇത് വെക്കാൻ ചിലപ്പോൾ എല്ലാ പേജിലും സ്പേസ് ഉണ്ടാവണമെന്നില്ല. ഫസ്റ്റ് പേജിൽ നാവിഗേറ്റർ ഉണ്ടാവും, ബാക്കിയുള്ള പേജസ് എന്തായിരിക്കും? ഗോ ടു പ്രീവിയസ് പേജ് അല്ലെങ്കിൽ ഗോ ടു ബാക്ക് പേജ്, ഗോ ടു ഹോം പേജ് ഒക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുക. അപ്പൊ അതൊരിക്കലും നാവിഗേറ്റർ ത്രൂ അല്ല. അത് നമ്മൾ ആര് യൂസ് ചെയ്യും? ബട്ടൺസ് എന്ന കൺസെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ബട്ടൺസ് നേരെ എന്ത് ചെയ്യാം? ഇൻസേർട്ട് ടാബിലോട്ട് വരുക. എന്താണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്? ബട്ടൺ. നേരെ അതിലെന്ത് കാണാം? എലമെന്റ്സ് ഗ്രൂപ്പിൽ ബട്ടൺസ്. ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബട്ടൺസ് കാണാം. ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, റീസെറ്റ് ബാക്ക്, ഇൻഫോർമേഷൻ, ഹെൽപ്പ്, ബുക്ക് മാർക്ക്, ബ്ലാങ്ക്, അപ്ലൈ, ക്ലിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഏത് ബട്ടൺ സെലക്ട് ചെയ്താലും എല്ലാത്തിന്റെയും കസ്റ്റമൈസേഷൻ ഫീച്ചർ എക്സാക്ട്ലി സെയിം ആണ് ഞാൻ പറയാം. അല്ലെങ്കിൽ ഏത് ബട്ടൺ സെലക്ട് ചെയ്താലും ഇതിന്റെ എല്ലാത്തിലും ചെയ്യാവുന്ന കസ്റ്റമൈസേഷൻ എക്സാക്ട്ലി സെയിം ആണ്. ഇപ്പൊ ഞാൻ നേരെ പേജ് 64 വന്നു, അല്ലെങ്കിൽ 62 വന്നു. എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ പേജ് 62 എത്തി. എനിക്ക് ഇവിടുന്ന് എങ്ങോട്ട് പോകണം? 64 പോകണം. ഇവിടെ ജസ്റ്റ് ഒരു നാവിഗേറ്റർ ഇല്ല എന്ന് വിചാരിക്കും. ഇത് കൊടുക്കാൻ സ്പേസ് ഇല്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിരുന്നു? റിമൂവ് ചെയ്യാം. അത് ഇവിടെ എന്താണ്? അത്രയും വലിയ നാവിഗേറ്റർ വെക്കാൻ ഇവിടെ സ്പേസ് ഇല്ല. പക്ഷെ എനിക്ക് എന്ത് വേണം? ഇവിടുന്ന് നേരെ ആ നാവിഗേറ്ററിലെ പേജിലോട്ട് പോകണം. അത് ഏതാണ്? 64. അപ്പൊ നേരെ എന്ത് ചെയ്യാം? ഇൻസേർട്ട് ടാബിൽ വന്നിട്ട് ബട്ടൺസിൽ എനിക്ക് ഏത് ബട്ടൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ തൽക്കാലം ആരോ ചൂസ് ചെയ്തു? ലെഫ്റ്റ് ആരോ ചൂസ് ചെയ്തു. നിങ്ങൾ ബട്ടൺസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഡിഫോൾട്ട് ആയിട്ട് പോയി പ്ലേസ് ആവാൻ പോകുന്നത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലായി. അത് ഇൻസേർട്ട് ടാബിൽ നിന്ന് എന്തെടുത്തു കഴിഞ്ഞാലും അത് ഡിഫോൾട്ട് ആയിട്ട് പോയി വീഴാൻ പോകുന്നത് ടോപ്പ് ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലായിരിക്കും. അവിടെ ഞാൻ എന്ത് ചെയ്തു? ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. ഇത് വെറുതെ പോയിട്ട് കൺട്രോൾ പ്രസ് ചെയ്താൽ വർക്ക് ആവില്ല. പക്ഷെ എന്ത് ചെയ്യാം? ആ വിഷ്വൽ ജസ്റ്റ് സെലക്ട് ചെയ്യാം, അതിന്റെ ഫോർമാറ്റ് യുവർ വിഷ്വൽസിലോട്ട് വരുക. അവിടെ ഏറ്റവും താഴെ എന്ത് കാണാൻ പറ്റും? ആക്ഷൻ.
ഡിഫോൾട്ട് ആയിട്ട് ഇതിന്റെ ആക്ഷൻ എന്തായിരിക്കും? ഓഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ആക്ഷൻ ഓൺ ചെയ്യാം. അപ്പൊ താഴെ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് പോകണം. ഇവിടെ എന്തുണ്ട്? ഡിഫോൾട്ട് ആയിട്ട് ബാക്ക് ഉണ്ട്. ഈ ബാക്ക് എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്ത് ക്ലിക്ക് ചെയ്തു. എനിക്ക് എങ്ങോട്ട് വന്നു? 64 വന്നു. ഇനി ഞാൻ 60 ഫസ്റ്റ് പോയി, എന്നിട്ട് അങ്ങോട്ട് പോയി 62. ഇനി ഞാനിത് പ്രസ് ചെയ്ത് എങ്ങോട്ടാ മൂവ് ചെയ്യുക? അത് 60 മൂവ് ചെയ്യുക. അതായത് ലാസ്റ്റ് ഏത് പേജിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതാണ് ബാക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. എനിക്ക് ഇവിടെ അതാണോ വേണ്ടത്? അല്ല, 64 തന്നെ തിരിച്ചു പോകാൻ പറ്റണം. അപ്പൊ സെലക്ട് ചെയ്യാം, അപ്പോൾ ടൈപ്പ് ചൂസ് ചെയ്യാം. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ആക്ഷൻസ് കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ ഏതാണ് എനിക്ക് വേണ്ടത്? ഞാൻ പറയുന്ന പേജിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതിനാണ് എന്തുപോലെ ചെയ്യാം? പേജ് നാവിഗേഷൻ അത് ചൂസ് ചെയ്യാം. ഇപ്പൊ താഴെ ചോദിക്കും ഏതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പേജ്. എക്സ്പാൻഡ് ചെയ്യാം. ഏതാണ്? 64. ഇത് ക്ലിക്ക് ചെയ്ത് എനിക്ക് നേരെ എന്ത് ചെയ്യാം? പേജിലോട്ട് കണ്ടോ? ഇവിടെ നാവിഗേറ്റ് ത്രൂ ഇങ്ങോട്ട് വരാനും പറ്റും, ഇവിടെ ഇത് ത്രൂ തിരിച്ചു വരാനും പറ്റും. കണ്ടോ? ഇതിനാണ് നമ്മൾ ആര് യൂസ് ചെയ്യാം? ബട്ടൺസ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ബട്ടൺ സെലക്ട് ചെയ്യുക, അതിന്റെ ആക്ഷൻ ചൂസ് ചെയ്യുക, പേജ് നാവിഗേഷൻ ഏത് പേജിലോട്ട് പോകണം എന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഓൺലൈൻ ക്ലിയർ സാർ ആണോ? ഞാൻ ഇപ്പൊ ജോയിൻ ആയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരെ എല്ലാ പേജസിലും ഈ നാവിഗേറ്റർ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇപ്പൊ എല്ലാ പേജിലും നാവിഗേറ്റർ വെക്കാൻ പറ്റണമെന്നില്ല. സ്പേസ് കൺസിനൊക്കെ വരുമ്പോൾ ഒരു പേജിലായിരിക്കും നാവിഗേറ്റർ ഉണ്ടാവുക, ബാക്കിയുള്ള പേജസ് ചിലപ്പോൾ നാവിഗേറ്റർ വെക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുപോലെ സിറ്റുവേഷൻ ഞാൻ പേജ് 62 വന്നു. ഇവിടെ എന്താണ്? നാവിഗേറ്റർ ഇല്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോയേ പറ്റൂ. 64 അത് നാവിഗേറ്ററിലെ പേജിലോട്ട് തിരിച്ചു പോയേ പറ്റൂ. അവിടെ ആര് യൂസ് ചെയ്യാം? ബട്ടൺസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. നേരെ ഇൻസേർട്ട് ടാബിലോട്ട് വരുമോ, എലമെന്റ്സ് ഗ്രൂപ്പ്, ബട്ടൺസിൽ ഡിഫറെന്റ് ടൈപ്പ് ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എല്ലാത്തിന്റെയും കസ്റ്റമൈസേഷൻ ഫീച്ചർ എക്സാക്ട്ലി സെയിം ആണ്. തൽക്കാലം ലെഫ്റ്റ് ആരോ ചൂസ് ചെയ്തു. ഹലോ, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ പോയി വീണു. അതെടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? അതിന്റെ ഫോർമാറ്റ് ബട്ടണിൽ വന്നിട്ട് അതിന് എന്താണ് ആക്ഷൻ വേണ്ടതെന്ന് പറഞ്ഞിട്ടോ ആക്ഷൻ ഓൺ ചെയ്യാം. അപ്പോൾ ചോദിക്കും എന്ത് ആക്ഷനാണ് വേണ്ടത്? എനിക്ക് എന്ത് ആക്ഷനാണ് വേണ്ടത്? ഞാൻ പറയുന്ന പേജിലോട്ട് എനിക്ക് നാവിഗേറ്റ് ചെയ്യണം. പേജ് നാവിഗേഷൻ, താഴെ ഡെസ്റ്റിനേഷൻ ചോദിക്കും ഏതാണ് എന്റെ ഡെസ്റ്റിനേഷൻ? പേജ് 64. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ആ പേജിലോട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് ആ നാവിഗേറ്റർ ഇങ്ങോട്ട് വന്നു, ബട്ടൺസ് എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റും. നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ റിപ്പോർട്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ. ഓൺലൈൻ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. സർ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂവ് ആവുന്നില്ല. അത് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രോൾ പ്ലസ് ക്ലിക്ക് ചെയ്താൽ മതി.
കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലല്ലോ, സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചെയർ എന്തോ സർ? അല്ലല്ല, ഇത് ഇവിടെ അല്ല, ഇത് ഇവിടെ പറഞ്ഞാട്ടോ, സോറി സോറി. ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ആൽവിൻ, അനന്തു, ജോഷിൻ. സർ എനിക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോ പേജിലോട്ട് പോകുന്നില്ല. കൺട്രോൾ പ്രസ് ചെയ്യും. അവിടെ മൗസ് പോയിന്റർ ഒക്കെ തന്നെ കാണിക്കുന്നില്ലേ, കൺട്രോൾ + ക്ലിക്ക് ഹിയർ ടു ഫോളോ എന്ന് പറയുന്നില്ലേ? അങ്ങനെയാ ചെയ്ത്. ആക്ഷൻ പാസ് ചെയ്തോ? പാസ് ചെയ്തു. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല. കൺട്രോൾ വർക്കിംഗ് ആണ് ഇതിന്റെ. കൺട്രോൾ പ്രസ് ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ? പവർ ബൈ ഡെസ്ക്ടോപ്പിൽ ബട്ടൺസ് വർക്ക് ആവണമെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്യണം. അല്ല, ഞാൻ ഒന്നുകൂടി റിമൂവ് ചെയ്തിട്ട് ചെയ്തു. ഇപ്പൊ ശരിയായി സർ. ഓക്കെ. മറ്റേ മെനി ടു മെനിയുടെ കൺസെപ്റ്റ് ഓക്കെ ആയിരുന്നു രുക്മിണി? നോക്കിയിട്ടുണ്ടായിരുന്നു മെനി ടു മെനി? രുക്മിണി, മെനി ടു മെനിയുടെ കൺസെപ്റ്റ് ഓക്കെ ആയിരുന്നോ? പോയോ? ഓക്കെ. അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഈ ബട്ടന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി റൈറ്റ് സൈഡിലോട്ട് പോകുന്നു, പക്ഷെ ആക്ഷൻ എങ്ങോട്ടാ കാണിക്കുന്നത്? ലെഫ്റ്റ് സൈഡ്. ഇതിന്റെ കസ്റ്റമൈസ് ഫീച്ചർ സെയിം ആണ്. വരെ മുകളിൽ എന്ത് കാണാൻ പറ്റും? ബട്ടൺ സ്റ്റൈൽ. ബട്ടൺ സ്റ്റൈലിലോട്ട് വന്നാൽ അവിടെ താഴത്തോട്ടൊരു ഐക്കൺ കാണാൻ പറ്റും. ഐക്കൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത ടൈപ്പ് ബട്ടൺ വരും. ഐക്കൺ ഓൺ ചെയ്തു, ഇപ്പൊ താഴെ കണ്ടോ ആരോ ചേഞ്ച് ചെയ്യാം. നമ്മൾ റൈറ്റ് ആരോ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇമേജസ് പാസ് ചെയ്യണം. ഇപ്പൊ ഹോം ബട്ടണൊക്കെ ആണെങ്കിൽ എന്താ നിങ്ങൾ പാസ് ചെയ്യാം? ഹോമിന്റെ ഐക്കൺ ആയിരിക്കും പാസ് ചെയ്യാം. അപ്പൊ അതുപോലെ വേണം എന്ത് ചെയ്യാം? ഏറ്റവും താഴെ കസ്റ്റം എന്ന് കാണാൻ പറ്റും. കസ്റ്റം ഇവിടെ ഇമേജ് ചോദിക്കും. ജസ്റ്റ് ബ്രൗസ് ചെയ്തിട്ട് ഏതാണ് ഇമേജ് വേണേൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഈ ഒരു ബട്ടൺ ചൂസ് ചെയ്തു, ഈ ഒരു ഹോം ബട്ടൺ സെലക്ട് ചെയ്തു. ഓക്കെ, വേണം വേണ്ടോ? ഇത് ഹോം ബട്ടൺ പോലെ ഫീൽ ചെയ്യും റിപ്പോർട്ടൊക്കെ വെച്ചാൽ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? ആ പേജിലോട്ട് പോകും. ഹോം ബട്ടൺ കണ്ടോ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഐക്കൺസിൽ ഇമേജസും പാസ് ചെയ്യും. ബട്ടൺ സ്റ്റൈലില് ഐക്കൺസിൽ ചൂസ് ചെയ്താൽ മതി, കസ്റ്റം ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇമേജസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോപ്പർ എല്ലാവർക്കും മനസ്സിലാകുന്ന ടൈപ്പ് ഇമേജ് പാസ് ചെയ്യാം. അതിനാണ് ഇമേജിന്റെ പർപ്പസ് കേട്ടോ. ക്ലിയർ ആണ് എല്ലാവർക്കും ഓൺലൈൻ? Yes, sir. Yes, sir. ഇന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും എക്സ്ക്യൂസ് ആണ് കേട്ടോ. എത്ര പേര് മെസ്സേജ് അയച്ചാൽ അറിയോ? ഓഫ്ലൈനിൽ 2, ഓഫ്ലൈൻ ആകെ ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും എക്സ്ക്യൂസ് ആയിരുന്നു. ഓൺലൈനിലും കുറെ പേർക്ക് എക്സ്ക്യൂസ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് ഒരു ദിവസം അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല ആക്ച്വലി. ജെനുവിൻ ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ എന്താ ഇതുണ്ടാവും? അതിന് കുറെ പേർ ട്രാവലിംഗ് ഇഷ്യൂസാ പറയുന്നത്. ട്രാവലിംഗ് ഇഷ്യൂസ് ഒന്നും ആക്സെപ്റ്റബിൾ അല്ല കേട്ടോ, അതാണ് ഞാൻ ആദ്യമേ പറയാം.
നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം വരേണ്ടത് ഒരു തൃശ്ശൂര് ആ ഒരു ഏരിയ എല്ലാവർക്കും ഇവിടെ വരാനുള്ളൂ എൻ്റെ ഒരു പ്രകാരം ഓഫ്ലൈൻ അല്ലേ. തൃശ്ശൂർ ഒരു കൊല്ലം ടു തൃശ്ശൂർ സൈഡിൽ നിന്ന് മൊത്തത്തിൽ ആൾക്കാർക്ക് വരാൻ മാക്സിമം ഒരു 2 hours അല്ലെങ്കിൽ 3 hours ജേണി ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി ഹോസ്പിറ്റൽ കേസും ബാക്കി ഇഷ്യൂസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യും. ഇപ്പൊ തന്നെ കണ്ടില്ല ക്ലാസ്സിൽ വേറെ ആൾ വന്ന് നോക്കുമ്പോൾ എന്താ എന്നോട് ചോദിക്കുന്നത്, ഇതാണോ ക്ലാസ്സിന്റെ അവസ്ഥ? നമുക്കൊന്നും പറയാൻ പറ്റുമോ? അവർക്ക് അപ്പൊ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഇത് പോയി, ഇമ്പ്രഷൻ പോയി. ഇനി എത്ര നല്ലതാന്ന് പറഞ്ഞാലും അവരപ്പോ എന്താ പറയാ, ഓ അന്നാ കണ്ട ഒരാളിരിക്കുന്ന ക്ലാസ്സല്ലേ എന്ന് ചോദിക്കും. പിന്നെ ഞാൻ എത്ര പറഞ്ഞാലും അത് മാറ്റിവെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു ഫീസ്. ഇപ്പൊ തന്നെ എന്നോട് രണ്ടുപേരായി ചോദിക്കുന്നത് ക്ലാസ്സിൽ വന്നിട്ട്. ഞാൻ അപ്പുറത്ത് ഒന്ന് വാഷ്റൂമിൽ പോയി വരുമ്പോൾ ആരോ ഇതിലൂടെ പോകുമ്പോൾ ഇതിലൂടെ ക്ലാസ്സിലൂടെ പോകുമ്പോൾ കാണുമല്ലോ എത്ര ആൾ ഇരിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ആരെയും കാണുന്നില്ല, എന്നോട് ചോദിച്ചാൽ എന്താ പറ്റി? അവൻ എല്ലാവർക്കും എക്സ്ക്യൂസ് ആണ്. അപ്പം വേറൊരു കൗൺസിലർ വന്ന് ചോദിച്ചപ്പോൾ എന്നോട് എല്ലാവരും ഇവിടെ പോയി. അപ്പൊ നിങ്ങളായിട്ട് നിങ്ങളുടെ ബാച്ചിന്റെ ആ ഒരു നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് കളയരുത് കേട്ടോ, എനിക്ക് അത്രേ പറയാനാണ്. അത് നിങ്ങളെയും ബാധിക്കും, എന്നെ നല്ല രീതിയിൽ ബാധിക്കും. ക്ലാസ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയിട്ട് ക്ലാസ് വരെ ഞാൻ മാറ്റി. എന്നിട്ട് അടുത്ത ബാച്ച് വരുമ്പോൾ എന്താ, സ്റ്റുഡൻസ് തീരെയില്ല, ഒരാളാണ് ഓഫ്ലൈനിൽ ഇരിക്കുന്നത്. ഓക്കെ, ഈ ബട്ടൺസിന്റെ ഇമേജ് ഒക്കെ എല്ലാവർക്കും മാറ്റാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്പ് ആക്ഷൻസ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്തോ. ബട്ടൺസ് എന്ത് കാണാൻ ഡിഫറെന്റ് ടൈപ്പ് ഇത് കാണാൻ പറ്റില്ലേ? ഞാൻ വീണ്ടും ലെഫ്റ്റ് ആരോ തന്നെ ചൂസ് ചെയ്തു, ജസ്റ്റ് ഒരു ബട്ടൺ എടുത്തു. എന്റെ ക്ലൈന്റിനോട് റിക്വയർമെന്റ് റിപ്പോർട്ടിൽ അവരുടെ കമ്പനിയുടെ ലോഗോ പ്ലേസ് ചെയ്യണം. ഇവിടെ ബട്ടണിൽ എങ്ങനെ ലോഗോ പ്ലേസ് ചെയ്യാം? ഐക്കൺ ടൈപ്പിൽ കസ്റ്റം ചൂസ് ചെയ്യാം, ബ്രൗസ്, എന്നാൽ ജസ്റ്റ് ലുമിനാറിന്റെ ഒരു ലോഗോ ചൂസ് ചെയ്യും. കമ്പനിയുടെ ലോഗോ വെച്ചു. അടുത്ത റിക്വയർമെന്റ് ആ ലോഗോയിൽ അവർ പ്രസ് ചെയ്യുമ്പോൾ അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റണം? ആ കമ്പനിയുടെ എന്താണ് വെബ്സൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ഇത് പ്രസ് ചെയ്യുമ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യണം? കമ്പനിയുടെ വെബ്സൈറ്റ്. ഇപ്പൊ ഈ ബട്ടണിന് കൊടുക്കേണ്ട ആക്ഷൻ എന്തായിരിക്കും? പേജ് നാവിഗേഷൻ ആണോ? അല്ല, ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു URL-ലോട്ട് പോകാൻ പറ്റണം. അപ്പൊ നേരെ ആക്ഷൻ ഓൺ ചെയ്തിടുക, അത് എക്സ്പാൻഡ് ചെയ്യാം, ടൈപ്പിൽ വന്നിട്ട് എന്ത് ചൂസ് ചെയ്യാം? വെബ് URL. അപ്പൊ താഴെ ചോദിക്കും ഏതാണ് നിങ്ങളുടെ ആ ഒരു URL. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ലുമിനാറിന്റെ വെബ്സൈറ്റ് ചൂസ് ചെയ്തു. ആ URL ഞാൻ ഇവിടെ കോപ്പി ചെയ്തു, ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റീഡയറക്ട് ചെയ്യാൻ പോകുന്ന ലുമിനാറിന്റെ വെബ്സൈറ്റ് എടുക്കുന്നു. ഇതൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ലിങ്ക് നേരെ ഇവിടെ കൊടുത്താൽ മതി, ഒരു ബട്ടണിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ആ ബട്ടൺ ഇതാക്കുമ്പോൾ പോകും കാര്യം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇവണ ആ ബട്ടണിൽ മുകളിൽ മൗസ് പോയിന്റർ വെക്കുമ്പോൾ അങ്ങോട്ട് പോകണത് കാണിക്കണം. എന്ത് ചെയ്യാം, താഴെ ടൂൾ ടിപ്പിലാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്ത്, ക്ലിക്ക് ഹിയർ ടു ഫോളോ വെബ്സൈറ്റ്. ആ ടൂൾ ടിപ്പിൽ അത് പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി. ഇവിടെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ അവർക്ക് എന്ത് കാണാൻ പറ്റും? ക്ലിക്ക് ഹിയർ ടു ഫോളോ വെബ്സൈറ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, നേരെ വെബ്സൈറ്റിലോട്ട് മൂവ് ചെയ്യണ്ടോ. പല എല്ലാവരും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ഓൺലൈൻ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം.
ഓൺലൈൻ പ്രോപ്പറായിട്ട് ചെയ്ത് വർക്കാവുന്നവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കി രണ്ടുപേർ ചെയ്യുന്നതാണ്. എന്ത് വേണ്ടി നിഖിൽ ചെയ്യുന്നുണ്ടോ? യെസ് സാർ. യെസ് സാർ, ചെയ്യുന്നുണ്ട്. ഇതുപോലെ അടുത്തൊരു ടൈപ്പ് ഓഫ് ആക്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അത് ഏത് സിറ്റുവേഷനാണ് വരുന്നത് കാണിച്ചു തരാം. നമ്മുടെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിപ്പോർട്ടിൽ ഉണ്ടാവും മൾട്ടിപ്പിൾ സ്ലൈസസ് ഉണ്ടാവും അല്ലേ? 2 അല്ലെങ്കിൽ 5, 10 സ്ലൈസസ് ഒക്കെ വരുന്ന ഡാറ്റ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കുറച്ച് സ്ലൈസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഒരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു. സ്ലൈസറിലോട്ട് നമ്മൾ ഡേറ്റ് ടേബിളില് ഡേറ്റ് ഹയറാർക്കിയില് ഇയർ ആഡ് ചെയ്തു. അതിന്റെ സ്റ്റൈൽ ഞാൻ നേരെ അങ്ങ് ഡ്രോപ്പ് ഡൗണിലോട്ട് മാറ്റി. ഇതേ ഡ്രോപ്പ് ഡൗണിൽ വരുന്ന അടുത്തൊരു സ്ലൈസർ ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു കോപ്പി പേസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. Ctrl+C Ctrl+V. അവിടുന്ന് ഡേറ്റ് മാറ്റിയിട്ട് അതിലോട്ട് എന്ത് ആഡ് ചെയ്താൽ മതി? മന്ത് ആഡ് ചെയ്താൽ മതിയാണ്. വീണ്ടും നമ്മുടെ കോപ്പി പേസ്റ്റ് ചെയ്തു. അതിലോട്ട് ഞാൻ മന്ത് റിമൂവ് ചെയ്തിട്ട് ലൊക്കേഷൻ ഡാറ്റയിൽ കൗണ്ടി ആഡ് ചെയ്തു. ഇനി വീണ്ടും സ്ലൈസർ ഒന്നുകൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. അതിലോട്ട് ഞാൻ കൗണ്ടി റിമൂവ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഡാറ്റയിലെ കാറ്റഗറി ആഡ് ചെയ്തു. ഒന്നുകൂടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ കാറ്റഗറി മാറ്റിയിട്ട് പ്രൊഡക്റ്റിന്റെ പേര് ആഡ് ചെയ്യും. ഞാൻ പ്രൊഡക്റ്റിന്റെ പേര് വേണ്ട, കസ്റ്റമറിന്റെ പേര് ആഡ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ ഒരു കാർഡ് വിഷൽ പ്ലേസ് ചെയ്തു. കാർഡ് വിഷലോട്ട് നമ്മുടെ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്യും. ഞാനിവിടെ ഇയർ വന്നിട്ട് 2018 സെലക്ട് ചെയ്തു. മന്ത് ഫെബ്രുവരി സെലക്ട് ചെയ്തു. കൗണ്ടി ലോസ് ഏഞ്ചൽസ് കൗണ്ടി സെലക്ട് ചെയ്തു. കാറ്റഗറി ഫർണിച്ചർ സെലക്ട് ചെയ്തു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് ചൂസ് ചെയ്ത് നോക്കാം. ബ്ലാങ്ക് അങ്ങനെ എന്താ ചാൻസ് കൂടുതൽ. ഇതിനാണെങ്കിൽ ബ്ലാങ്ക് വരുന്നത് ആ കസ്റ്റമർ ആ ഒരു ഇയറിൽ ആ ഒരു മന്തിൽ അതിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല. 1-2 കസ്റ്റമർക്കായിരിക്കും ആ ഒരു മന്തിൽ ചെയ്യാൻ ചാൻസ്. ഈ ഒരു കസ്റ്റമർ എടുക്കുമ്പോൾ അവിടെ ആൻസർ കിട്ടി. ഇപ്പൊ ഇവിടെ ടോട്ടൽ ഇപ്പം എത്ര സ്ലൈസർ ആക്റ്റീവായി? 5 സ്ലൈസർ ആക്റ്റീവ് ആയല്ലേ? നമ്മൾ റിപ്പോർട്ടൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു 5 സ്ലൈസർ ആക്റ്റീവായി. പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ ഡീആക്റ്റീവ് ചെയ്ത് ബാക്ക് ടു നോർമൽ സ്റ്റേജിലോട്ട് വരണം. പെട്ടെന്ന് ചെയ്യാനുള്ളത് പോസിബിൾ ആണോ? ഓരോന്നും പോയിട്ട് ഡീആക്റ്റീവ് ചെയ്യാൻ എന്താവും? ഒരുപാട് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയിരിക്കും. അതിന് പകരം നമുക്ക് വെബ്സൈറ്റ് ഒക്കെ കാണാൻ പറ്റും. റീസെറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? മൊത്തം പഴയ രൂപത്തിലോട്ട് മാറും. അത് ഇവിടെയും പോസിബിൾ ആണ്. നേരെ ഇൻസേർട്ട് ടാബിലോട്ട് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ബട്ടൺ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ക്ലിയർ ഓൾ സ്ലൈസേഴ്സ് പറഞ്ഞ് ഇൻബിൽട്ട് ആക്ഷൻ സെറ്റ് ചെയ്ത് വെച്ച ബട്ടൺ തന്നെ അവിടെയുണ്ട്. നമ്മൾ ആക്ഷൻ പോലും ചെയ്യേണ്ട, ഒക്കെ അതിനകത്ത് ഇൻബിൽട്ട് ആക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ഓൾ സ്ലൈസേഴ്സ് ചൂസ് ചെയ്യുന്നു. ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പോയി വീഴുന്ന എവിടെയായിരിക്കും? ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിരിക്കും. അത് ചൂസ് ചെയ്യുന്നു. ആ ക്ലിയർ ഓൾ സ്ലൈസേഴ്സിൽ എന്ത് ചെയ്താൽ മതി? ഇനി ആക്ഷൻ നോക്കിയാൽ മതി. ഡിഫോൾട്ട് ആക്ഷൻ സെറ്റ് ആയിരിക്കും. ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. എല്ലാ സ്ലൈസറും അവിടെ ക്ലിയർ ആയാണ്. ഒറ്റ ക്ലിക്കിൽ ബാക്ക് ടു നോർമൽ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. ഓൺലൈൻ ക്ലിയർ ആണോ? ക്ലിയർ ഓൾ സ്ലൈസേഴ്സിന്റെ കൺസെപ്റ്റ്. Yes, sir. Yes.
റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. റീസെറ്റ് ബട്ടൺ പോലെ ഇത് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ക്ലിയർ ഓൾ സ്ലൈസസ്. എല്ലാവരും ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി. എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ചെയ്ത് എടുക്കുന്ന ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും ആ ഒരു ക്ലിയർ ഓൾ സ്ലൈസസ് വർക്ക് ആവുന്നില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. സുവിന്റെ കഴിഞ്ഞോ? ഇനി ഇതുപോലെ ക്ലിയർ ഓൾ സ്ലൈസസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടുത്തൊരു ബട്ടൺ കാണാൻ പറ്റും. എന്താണ്? അപ്ലൈ ഓൾ സ്ലൈസസ്. ഇതായിരിക്കും അപ്ലൈ ഓൾ സ്ലൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. അതായത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് വർക്ക് ആവൂ? സ്ലൈസസ് ആക്റ്റീവ് ആവും. ഒരു സിറ്റുവേഷൻ പറഞ്ഞാല് നിങ്ങൾ ലാർജ് ഡാറ്റ സെറ്റ് നിങ്ങൾ ചെയ്യണം, വലിയൊരു ഡാറ്റ സെറ്റ്. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് ഡാറ്റ, ഒരുപാട് സ്ലൈസർ ഉണ്ടാവും. അപ്പൊ ഒരു സ്ലൈസർ ആക്റ്റീവ് ചെയ്യുമ്പോഴത്തേക്കും റിപ്പോർട്ട് റീഫ്രഷ് ആയി വരുമ്പോഴേക്കും നിങ്ങൾ അടുത്ത സ്ലൈസർ കൊടുക്കുമ്പോൾ എന്താവും? പെർഫോമൻസ് ഒന്ന് സ്ലോ ഡൗൺ ആവും. അതിന് പകരം എന്ത് ചെയ്യണം? എല്ലാ സ്ലൈസറും ആക്റ്റീവായി ഒരൊറ്റ ക്ലിക്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഒക്കെ ആക്ഷൻ ഒരുമിച്ച് വിഷനിലോട്ട് പാസ് ചെയ്യണം. പിന്നെ നമ്മൾ ആര് യൂസ് ചെയ്യാം? അപ്ലൈ ഓൾ സ്ലൈസ്. ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. അപ്ലൈ ഓൾ സ്ലൈസ് സെലക്ട് ചെയ്തു. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അതിന്റെ ഒരു എഫക്ട് കണ്ടോ? ഒരു ഡാർക്ക് ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. ഇത് ഇപ്പൊ സ്ലൈസർ ഒന്നും ആക്റ്റീവ് ആയില്ല. സ്ലൈസർ ആക്റ്റീവ് ആകുമ്പോൾ ഇതിൽ വരുന്ന ചേഞ്ച് കണ്ടോളൂ. ഞാൻ ഫസ്റ്റ് സ്ലൈസർ പോയിട്ട് ആക്റ്റീവ് ചെയ്തു. ഇനി ഡയറക്റ്റ് സ്ലൈസർ ആക്റ്റീവ് ആവില്ല. ഇത് കണ്ടോ? അപ്പൊ അത് എനേബിൾ ആയ പോലെ ഒരു ചേഞ്ച് വരാൻ തുടങ്ങിയുണ്ടോ? സ്ലൈസറിന്റെ എഫക്ട് പോയില്ല, പക്ഷെ സ്ലൈസർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കായി. മുകളിൽ ഒരു ടൈമർ പോലെ ബട്ടൺ കാണാൻ പറ്റും കേട്ടോ. ഇനി മന്ത് ചൂസ് ചെയ്തു, കൗണ്ട് ചൂസ് ചെയ്തു, കാറ്റഗറിയും ചൂസ് ചെയ്തു. ഇതാണ്
ഇതിൽ അപ്ലൈ ആയാലുണ്ടോ? ഇത് മൂന്നും ബിഹൈൻഡ് ദ സീൻ വർക്കായി ഇനി ഒറ്റ ക്ലിക്കിൽ എന്താവുന്നു? വിഷ്വൽസിന്റെ അകത്തോട്ട് പാസ് ചെയ്യുന്നു. അതിനാണ് എന്ത് യൂസ് ചെയ്യുക? അപ്ലൈ ഓൾ സ്ലൈസസ് ഉണ്ടാവും. നമുക്ക് എന്താ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ടൈമിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വരുന്ന എന്ത് ചെയ്യാം? ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മൊത്തം സെറ്റ് ആക്കിയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാം? നമ്മളെ ഫ്രണ്ടിലോട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് ഈ അപ്ലൈ ഓൾ സ്ലൈസസ് യൂസ് ചെയ്യാം. ഇതെല്ലാ റിപ്പോർട്ടിൽ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടാ? അത്രയും ലോഡ് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് മാത്രം ആ യൂസ് ചെയ്താൽ മതി അപ്ലൈ ഓൾ സ്ലൈസസ്. പക്ഷെ ക്ലിയർ ഓൾ സ്ലൈസസ് എപ്പോഴും നല്ലതായിരിക്കും. എന്തുകൊണ്ടാ? യൂസർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബട്ടണാണ് ക്ലിയർ ഓൾ സ്ലൈസസ്. വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് എന്തായി? എല്ലാം ബാക്ക് ടു നോർമൽ സ്റ്റേറ്റ് ആയി ഉണ്ടാവും. ഓൺലൈൻ ക്ലിയർ ആയോ? Yes, sir. ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേ. ഓൺലൈൻ എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? Yes, sir. ഏതാ? ഈ ബട്ടൺ ആണോ? ഇത് കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക? നേരെ ബട്ടൺ സ്റ്റൈലിലോട്ട് വരുമോ? ഷേപ്പ് വേണമെങ്കിൽ എന്ത് ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ആവശ്യം എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ഓഫ് ചെയ്യാം. ബോർഡർ ആവശ്യം ബോർഡർ ഓഫ് ചെയ്യാം. എന്നിട്ട് ഐക്കൺ ഓൺ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാം? ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് കൊടുക്കാം. ഇപ്പൊ ഞാനത് ഐക്കൺ കൊടുത്തു. റീസെറ്റ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും എന്ത് മനസ്സിലാവും? റീസെറ്റ് ആണെന്ന് മനസ്സിലാവും. ഇനി ഐക്കൺ വേണം എനിക്ക് ടെക്സ്റ്റ് തന്നെ പാസ് ചെയ്യണം. ടെക്സ്റ്റ് ഓൺ ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സെറ്റിംഗ്സ് ആണ് ക്ലിയർ ഓൾ സ്ലൈസസ്. പക്ഷേ റിപ്പോർട്ടിൽ ഒരിക്കലും ക്ലിയർ ഓൾ സ്ലൈസർ നോക്കുമ്പോൾ യൂസർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതിന് വല്ല റീസെറ്റ് എന്നോ എന്തെങ്കിലും കൊടുത്താൽ അത് മനസ്സിലാവും. ഇനി അത് കൂടാതെ അടുത്തൊരു ഫീച്ചർ ഉണ്ട്. ഞാനിത് ഓഫ് ചെയ്തു. നേരത്തെ കാണിച്ചു തന്നെ ഐക്കൺ ഓൺ ചെയ്തു. പക്ഷെ ഇത് കാണുമ്പോൾ ഇവർക്ക് എന്താ മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മൾ മൗസ് പോയിന്റ് അവിടെ എന്ത് വരും? ടൂൾ ടിപ്പ് വരും. ടൂൾ ടിപ്പിൽ എന്താ കാണിക്കുന്നത്? കൺട്രോൾ പ്ലസ് ക്ലിക്ക് എന്ന് കാണിക്കുന്നത്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം.
സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസിൽ ഇതിന് ടൂൾ ടിപ്പ് വരുന്നില്ല കേട്ടോ. ഇതിന് ടൂൾ ടിപ്പ് ഇല്ല. നമ്മൾ നേരത്തെ ചെയ്തതിന് ടൂൾ ടിപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ ചെയ്ത ഇതിൽ ടൂൾ ടിപ്പ്. ഓക്കെ, അത് ആക്ഷന്റെ അകത്ത് വരുന്നത്. സോറി, മാറി പുറത്തായിരുന്നുണ്ട്. ആക്ഷന്റെ അകത്ത് താഴെ ടൂൾ ടിപ്പ് ഉണ്ട്. ടൂൾ ടിപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാം? ക്ലിയർ ഓൾ സ്ലൈസേഴ്സിന്റെ അതിന് മുകളിൽ കാണുന്നത് വേണം എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ക്ലിയർ ഓൾ സ്ലൈസർ അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ക്ലിയർ അവിടെ കാണാൻ പറ്റും. നമ്മള് ഇതിലോട്ട് വരുന്ന സമയത്ത് കാണുന്നതാണ്. പവർ ബി സർവീസിലോട്ട് വരുന്ന സമയത്ത് അവിടെ കാണാം ക്ലിയർ ഓൾ സ്ലൈസസ് പ്രസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്യുന്നതോടാണ് കൺട്രോൾ പ്രസ് ചെയ്യണമെന്ന് കാണിക്കുന്നത്. പക്ഷെ വൺസ് പവർ ബി സർവീസ് എന്നുള്ളത് വർക്ക് ആവും. ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇവിടെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ ക്ലിക്ക് ഹിയർ ടു പ്രോഫിറ്റ് അനാലിസിസ് കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഹിയർ ടു കസ്റ്റമർ ഡെമോഗ്രഫിക് കാണാം. ഇവിടെ ഇത് നമുക്ക് യൂസർ കൺട്രോൾ പ്രസ് ചെയ്യുന്ന അറിയാൻ വേണ്ടി അത് വരുന്നതാണ്. ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ ബട്ടണിന്റെയും കസ്റ്റമൈസേഷൻ ഫീച്ചർ എക്സാക്ട്ലി സെയിം ആണ്. പക്ഷെ നമ്മള് ഡയറക്റ്റ് ക്ലിയർ ഓൾ സ്ലൈസേഴ്സും അപ്ലൈ സ്ലൈസേഴ്സും സെലക്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ട് നമുക്ക് എന്ത് കിട്ടും? ആ ആക്ഷൻ സെറ്റ് ആയിട്ട് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എന്ത് ചെയ്യാം? ലെഫ്റ്റ് ആരോ ചൂസ് ചെയ്തിട്ട് അത് ആക്കി മാറ്റാം. കുഴപ്പമൊന്നുമില്ല. ഇനി ബ്ലാങ്ക് ചൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ബുക്ക് മാർക്ക് ചൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. ബാക്ക് ചൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. അധികം ബട്ടൺസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ ഓൺലൈൻ? Yes, sir. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണോ ബട്ടൺസിന്റെ കൺസെപ്റ്റ്? Yes, sir. ഓക്കെ. ബട്ടൺസ് ഇനിയും കുറച്ചുകൂടി എടുക്കാനുണ്ട്. അത് വേറൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ അതിലോട്ട് വരാം. നമുക്ക് അടുത്ത 2 ടൈപ്പ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡ്രിൽ ത്രൂ ആൻഡ് ഡ്രിൽ ഡൗൺ ഫിൽറ്റേഴ്സ്. ഡ്രിൽ ത്രൂ ആൻഡ് ഡ്രിൽ ഡൗൺ ഫിൽറ്റേഴ്സ്. നമുക്ക് ഫസ്റ്റ് ഡ്രിൽ ഡൗൺ ഫിൽറ്റർ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഡ്രിൽ ഡൗൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഡ്രിൽ ഡൗൺ. ഒരു വിഷ്വലിൽ തന്നെ അതിന്റെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡാറ്റ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലെവൽ ഡാറ്റയിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് ഡൗൺ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഡിഫറെന്റ് ലെവൽ ഡാറ്റ വരുന്നതിന് നമ്മൾ എന്താ കോൾ ചെയ്യാം? ഹയറാർക്കിക്കൽ ഡാറ്റ. ഒരു വിഷ്വലിനകത്ത് ഹയറാർക്കിക്കൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കവിടെ ഏത് ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം? ഡ്രിൽ ഡൗൺ എന്ന് പറഞ്ഞ ഫീച്ചർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. കോളം ചാർട്ടിൽ എവിടെയാണ് നമ്മൾ ഹയറാർക്കിക്കൽ ഡാറ്റ ആഡ് ചെയ്യുക? എക്സ് ആക്സിലായിരിക്കും. എക്സ് ആക്സിലാണ് കാറ്റഗറിക്കൽ വാല്യൂ. ഈ എക്സ് ആക്സിലോട്ട് ഞാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ചെയ്യുന്ന ഹയറാർക്കി ഏതാണ്? ഡേറ്റ്. ഡേറ്റ് ഒരു ഹയറാർക്കിയാണ്. അതിൽ 4 ലെവലുണ്ട്. ഞാൻ ഡേറ്റ് നേരെ എടുത്തിട്ട് എക്സ് ആക്സിലോട്ട് ആഡ് ചെയ്തു. വൈ ആക്സിലോട്ട് നമ്മൾ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്തു. അപ്പോൾ വിഷ്വൽ അവിടെ ക്രിയേറ്റ് ആയി. ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു നോർമൽ വിഷ്വൽ പോലെ ആയിരിക്കും ഫീൽ ചെയ്യാം. പക്ഷെ വിഷ്വൽസിന്റെ മുകളിൽ ഒരു എക്സ്ട്രാ 4 ഐക്കൺസ് കാണാൻ പറ്റുന്നുണ്ടോ? ഡ്രിൽ അപ്പ്, ഡ്രിൽ ഡൗൺ, go to next level in the hierarchy, expand all down 1 level in the hierarchy. ഓക്കെ. അപ്പൊ 4 ആക്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് തേർഡ് ആക്ഷൻ എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം. ഗോ ടു നെക്സ്റ്റ് ലെവൽ. നമ്മളിപ്പോ കറന്റ് ഏത് ലെവലിലുള്ളത്? ഇയർ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും? നേരെ അടുത്ത ലെവലായി ക്വാർട്ടറിലോട്ട് പോകും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താലോ മന്തിലോട്ട് പോകും. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താലോ നേരെ ഡേയിലോട്ട് പോകും കേട്ടോ. ഇനി താഴത്തോട്ട് പോകാൻ പറ്റില്ല. അവിടെ മസ്ബൻഡ് നോക്കുമ്പോൾ എന്ത് പറയും? അറ്റ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഡാറ്റ. ഇനി എന്ത് ചെയ്യാം? അപ്പ് ചെയ്യാം. ഇവിടെ കണ്ടോ? ഫസ്റ്റ് ക്ലിക്കിൽ 1 സെക്കൻഡ്, തേർഡ്. ഇനി ഇത് ഡിസേബിൾ ആണ്. എന്തുകൊണ്ടാ? ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ഈ ഡബിൾ ഡൗൺ ആരോ മാർക്ക് ക്ലിയർ ആയോ? ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലെവലോട്ട് ഡൗൺ ചെയ്യും. പിന്നെ തൊട്ടടുത്ത അടുത്ത ഫീച്ചർ കാണാൻ പറ്റും. എക്സ്പാൻഡ് ഓൾ ഡൗൺ 1 ലെവൽ ഇൻ ദ ഹയറാർക്കി. അതിന്റെ ഐക്കൺ എങ്ങനെ വരുന്നത്? ഒരു ബ്രാഞ്ച് ഷേപ്പ്. മീൻസ് നെക്സ്റ്റ് ലെവലോട്ട് ഡൗൺ ചെയ്യും. പക്ഷെ ഓരോ ഡാറ്റ പോയിന്റിനെയും
സെപ്പറേറ്റ്ലി എക്സ്പാൻഡ് ചെയ്തിട്ട് ഡൗൺ ആവും. അപ്പം നമ്മൾ ഈ ഡൗൺ ആരോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നെക്സ്റ്റ് ഹയറാർക്കി എത്തി. അതെന്താണ്? Q1 മീൻസ് എന്താണ്? എല്ലാ ഇയറിലെയും Q1, എല്ലാ ഇയറിലെയും Q2, എല്ലാ ഇയറിലെയും 3, എല്ലാ ഇയറിലെയും 4. ഒന്നുകൂടെ ഡൗൺ ചെയ്താലോ? എല്ലാ ഇയറിലെയും ജാനുവരി, എല്ലാ ഇയറിലെയും ഫെബ്രുവരി. ആ കൺസെപ്റ്റ് ആയി. അത് മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഓരോ വർഷത്തെയും സെപ്പറേറ്റ്ലി എക്സ്പാൻഡ് ചെയ്യണം. അത് നമുക്ക് ആര് യൂസ് ചെയ്യാം? ഈ 4ാമത്തെ ഫീച്ചർ യൂസ് ചെയ്യാൻ കണ്ടോ? ഓരോ ഇയറില് ഓരോ ക്വാർട്ടർ വൈസ് കാണാൻ പറ്റും. ഇനി ഒന്നുകൂടെ ഡൗൺ ചെയ്താലോ? ഓരോ ഇയറില് ഓരോ ക്വാർട്ടറില് ഓരോ മന്ത് വൈസ് കാണാൻ പറ്റും കേട്ടോ. ഇനി ഒന്നുകൂടെ ഡൗൺ ചെയ്താലോ? എല്ലാ ഡേറ്റിനും ഓരോ ഡാറ്റ പോയിന്റ്. അത് ഓരോ ഇയറില് ഓരോ ക്വാർട്ടറില് ഓരോ മന്തിനനുസരിച്ച് മന്തില് ഡേ വൈസ് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് സിംഗിൾ വിഷ്വൽ, പക്ഷെ നമുക്ക് അതിന് ഇത്രയും ഡൗൺ ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ യൂസർക്ക് ഇതെല്ലാം ആവശ്യമുണ്ടാവുക. എല്ലാ ഡാറ്റാ പോയിന്റും ഒരുമിച്ച് ഡൗൺ ചെയ്യൽ എന്താവും? അതിൽ ഏത് ഫോക്കസ് ചെയ്യുന്ന യൂസർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ യൂസർക്ക് ഒരു ഇതുണ്ടാവും, 2018 ഡീറ്റെയിൽസ് മാത്രം അറിയണം. 2018 Q3 മാത്രം അറിയണം. അപ്പൊ എന്താണ്? നമുക്ക് ആരെ മാത്രം ഡൗൺ ചെയ്യണം? ഈ ഒരു സിംഗിൾ ഡാറ്റാ പോയിന്റ് ഡൗൺ ചെയ്യണം. അതൊരിക്കലും ആരെ കൊണ്ട് പറ്റില്ല. ഈ രണ്ടാൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ആര് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സിംഗിൾ ഡൗൺ ആരോ, എന്താ പറയുന്നത്, ക്ലിക്ക് ടു ടേൺ ഓൺ ഡ്രിൽ ഡൗൺ. ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആവും. ഇനി ഏത് ഡാറ്റാ പോയിന്റ് ആണോ ഡൗൺ ചെയ്യുന്നത്, ആ ഡാറ്റാ പോയിന്റ് പോയി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ 2018 മാത്രം ഡൗൺ ആയി. ഇനി Q2 മാത്രം സെലക്ട് ചെയ്തു. ഇപ്പൊ 2018 Q2 മാത്രം. ഈ മെയ് സെലക്ട് ചെയ്താലോ? 2018 Q2 മെയ് മാത്രം ഡൗൺ ആയി കേട്ടോ. നമുക്ക് അവിടുത്തെ മാത്രം റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ യൂസർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യാം? ആ ഒരു ഇയറിൽ ആ ഒരു സ്പെസിഫിക് ക്വാർട്ടറിൽ സ്പെസിഫിക് മന്തിനെ മാത്രം അവർക്ക് ടാർഗറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ഫിൽറ്ററിനെ വിളിക്കുന്ന പേരാണ് ഡ്രിൽ ഡൗൺ ഫിൽറ്റർ. ക്ലിയർ ആണോ? ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയേ. ഓൺലൈൻ ക്ലിയർ ആണ് ഈ ഒരു കൺസെപ്റ്റ്? Yes, sir. ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി എല്ലാവരും. ഓൺലൈൻ പ്രോപ്പറായി കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മാത്രം എൻട്രീസ്.
ഇനി ആർക്കെങ്കിലും തീരെ ചെയ്യാൻ പറ്റുന്നതെന്തെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? സർ എനിക്ക് ഞാൻ ഒരു ഹോളിൽ പോയായിരുന്നു. ഒന്ന് പറഞ്ഞു തരുമോ? എവിടെ മനസ്സിലാവാത്ത? അല്ല ഞാൻ അപ്ലൈ ഓൾ സെൻസസ് എനിക്ക് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഡ്രോപ്പ് ആയ. ഡ്രിൽ ഡൗൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വലിൽ നമുക്ക് ഒരു ഹയറാർക്കി ലെവൽ ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ ഒരു വിഷ്വലിലൊക്കെ തന്നെ അതിന്റെ ഡിഫറെന്റ് ലെവലിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വിഷ്വലിലൊക്കെ എത്തിയാൻ ഡേറ്റ് മുഴുവനായിട്ട് ആഡ് ചെയ്തു. അപ്പൊ ഡേറ്റിൽ എന്ത് കാണാൻ പറ്റും? 4 ലെവൽസ്: ഇയർ, ക്വാർട്ടർ, മന്ത്, ഡേ. അപ്പൊ ഒരു വിഷ്വലിനകത്ത് എന്ത് കാണാം? ടോപ്പിലെ 4 ഐക്കൺസ് കാണാൻ പറ്റും. ഇതാണ് ഡ്രിൽ ഡൗണിന്റെ ഫീച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് ഇയർ ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്യാൻ. വിഷ്വൽ നേരെ എന്തായി അതിന് നെക്സ്റ്റ് ലെവലിലോട്ട് വരും. ഒരു ബ്രാഞ്ച് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലോട്ട് വരും, പക്ഷെ ഓരോ ഡാറ്റ പോയിന്റും സെപ്പറേറ്റ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലോട്ട് വരും. ഇത് ക്ലിക്ക് ചെയ്താൽ കാണാം ഓരോ ക്വാർട്ടർ വൈസ് ഓരോ ഇയറിൽ ഓരോ ക്വാർട്ടർ വൈസ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന കാണാൻ പറ്റും. കണ്ടോ? വീണ്ടും ഡ്രില്ലപ്പ് ചെയ്തു. ഇനി എനിക്ക് എന്ത് വേണം? ഇതല്ല വേണ്ടത്. എനിക്ക് വേണ്ട ഒരു സ്പെസിഫിക് ഡാറ്റ പോയിന്റ് മാത്രം നെക്സ്റ്റ് ലെവലിലോട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ എന്ത് യൂസ് ചെയ്യാം? ആ ഒരു ക്ലിക്ക് ഹിയർ ടു ടേൺ ഓൺ ഡ്രിൽ ഡൗൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായി? ഓൺ ആയി. ഏത് ഡാറ്റ പോയിന്റ് ആണോ ഡൗൺ ചെയ്യേണ്ടത് ആ ഡാറ്റ പോയിന്റ് മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഉണ്ടാവും ആ ഡാറ്റ പോയിന്റ് മാത്രം നെക്സ്റ്റ് ലെവലിലോട്ട് ഡൗൺ ആവും. ഇനി ക്വാർട്ടർ 3 ഓഗസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2018 ക്വാർട്ടർ 3 ഓഗസ്റ്റിന്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇതാണ് ഡ്രിൽ ത്രൂ എന്ന് പറഞ്ഞ ഫിൽട്ടർ കൺസെപ്റ്റ്. ഒരു വിഷ്വലിനകത്ത് ഹയറാർക്കിക്കൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ചെയ്തില്ലല്ലോ വരും. അപ്പോൾ ഈ ഒരു ഡ്രിൽ ഡൗൺ ഫിൽട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് കറന്റ് ഈ ഒരു പേജിൽ ഒരു വിഷ്വൽ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തു? ഈ പേജിൽ ഞാൻ അടുത്ത വിഷ്വൽ കൂടെ ക്രിയേറ്റ് ചെയ്തു, ഒരു കാർഡ് വിഷ്വൽ. അതിലോട്ട് ഞാൻ ജസ്റ്റ് നോർമൽ ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്ത് വെച്ചു. ഞാൻ ഈ വിഷ്വലിനകത്ത് ഡ്രിൽ ഡൗണിന്റെ ഫീച്ചർ ആക്റ്റീവും ചെയ്തു. 2018 ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. കേട്ടോ? അപ്പൊ ആരും കൂടെ ചേഞ്ച് ആയി. ഈ ഒരു വിഷ്വലിലെ ഫിൽറ്റർ കൂടെ ഈ ഒരു വിഷ്വലിൽ കൂടെ അതേ ഫിൽറ്റർ അപ്ലൈ ചെയ്യാനുണ്ടോ? ഇനി ഇവിടെ ക്വാർട്ടർ 3 സെലക്ട് ചെയ്തു. കണ്ടോ? വീണ്ടും അപ്ലൈ ആയി. ഓഗസ്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ കാണുന്ന 888K എന്ന് പറയുന്നത് എന്തായിരിക്കും? 2018 ഓഗസ്റ്റിലെ സെയിൽസ്. പക്ഷെ എനിക്ക് എന്ത് വേണം? ഈ വിഷ്വലിനകത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ മതി. അത് എൻ്റയർ പേജിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് വിഷ്വലിൽ നിന്നാണോ ഡ്രിൽ ത്രൂ അപ്ലൈ ആവുന്നത് ആ വിഷ്വൽ സെലക്ട് ചെയ്യാം. നേരെ ഫോർമാറ്റ് ടാബിലോട്ട് വരും. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, ഇന്ററാക്ഷൻസ്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ കാണാം അപ്ലൈ ഡ്രിൽ ഡൗൺ ഫിൽറ്റേഴ്സ് ടു. അത് ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും എൻറ്റയർ പേജ് ആയിരിക്കും. അത് മാറ്റിയിട്ട് എന്ത് ചൂസ് ചെയ്യാം? സെലക്ടഡ് വിഷ്വൽ. ഇപ്പൊ കണ്ടോ? അത് മാറി. ഇനി ഇവിടെ ചെയ്യുന്ന കാര്യം എന്തായില്ല, ഈ വിഷ്വലിനെ പുറത്തോട്ട് അപ്ലൈ ആവില്ല. അപ്പോൾ ഡ്രിൽ ത്രൂ ചെയ്യുമ്പോൾ ഡ്രിൽ ഡൗൺ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ എപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആയോ?
ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ഡിഫോൾട്ട് ആയിട്ട് എൻറ്റയർ പേജ് ആയിരിക്കും. ആവശ്യമില്ലെങ്കിൽ അത് സെലക്ടഡ് വിഷനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം ഡ്രിൽ ഡൗൺ ഫിൽട്ടർ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഹയറാർക്കിക്കൽ ഡാറ്റ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ പുതിയൊരു പേജിലോട്ട് വന്നു. നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ് ഡയറക്റ്റ്ലി യൂസ് ചെയ്തു അല്ലേ. ഡേറ്റ് ഓൾറെഡി ഒരു ഹയറാർക്കി ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. ഇനി ഇതുപോലെ ഹയറാർക്കി എന്ന് പറഞ്ഞ കോളം ഇല്ല. നമ്മളതിൽ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്ത ഡാറ്റാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ഡാറ്റയുടെ അകത്ത് വരുവാണെങ്കിൽ നമുക്കൊരു ഹയറാർക്കി മാനുവലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റയുടെ ഏതൊക്കെയാണ്? സ്റ്റേറ്റ്, കൗണ്ടി, നെയിം. അപ്പോൾ ആ കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യാം, എക്സ് ആക്സിലോട്ട് വാല്യൂസ് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ആഡ് ചെയ്യുന്നു, സ്റ്റേറ്റ്. എന്നിട്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ടോട്ടൽ സെയിൽസ് ആഡ് ചെയ്യും. ഇപ്പോൾ ഡ്രിൽ ഡൗൺ ഉണ്ടാവും? ഇല്ല. എന്തുകൊണ്ടാ? ഹയറാർക്കി ഇല്ല. ഇനി ഹയറാർക്കി ആക്കണമെങ്കിൽ മിനിമം രണ്ടാൾക്കാർ വേണം. സ്റ്റേറ്റിന് തൊട്ടടുത്ത ആരാ? കൗണ്ടി. അതെന്ത് ചെയ്യും, എക്സ് ആക്സിലോട്ട് ഇടുന്നുണ്ടോ. ഇനി അടുത്ത ആരുണ്ട്? നെയിം. അപ്പൊ മുകളിൽ ആ ഫീച്ചർ വന്നിട്ട് കാണാൻ പറ്റും, കണ്ടോ. ഞാൻ ഡ്രിൽ ഡൗൺ ഓൺ ചെയ്തു, ഒരൊറ്റ സ്റ്റേറ്റ് ചെയ്യുള്ളൂ, 22 കൗണ്ടി. ഞാൻ ഏതാ കൗണ്ടി വരുന്നത്? കാലിഫോർണിയ അലമേഡ കൗണ്ടി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അലമേഡ കൗണ്ടിയിലെ ലൊക്കേഷൻസ് മാത്രം കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് മാനുവൽ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഹയറാർക്കി വരുന്ന കോളംസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യണമെന്നില്ല. ഇതുപോലെ കറക്റ്റ് ഓർഡറിൽ ഏത് വിഷ്വലായിട്ടാണോ വേണ്ടത് അതിന്റെ അവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓൺലൈന് ക്ലിയർ ആയോ എല്ലാവർക്കും? Yes, sir. Yes. ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ഇതിലെ പ്രൊഡക്റ്റ് ഡാറ്റയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആരൊക്കെയാ? കാറ്റഗറിയും പ്രൊഡക്റ്റിന്റെ പേരും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞവരൊക്കെ.
ഞാൻ ചെയ്തു കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? അനന്തൻ രുക്മിണി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഡ്രിൽ ഡൗണിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? എന്താണ് ഡ്രിൽ ത്രൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡ്രിൽ സെൽഫായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഡ്രിൽ ത്രൂ ഫിൽറ്ററിന്റെ കൺസെപ്റ്റ്? നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെക്ക് ചെയ്തോ, ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ഒരു 10 മിനിറ്റ് സമയം തരാം. നിങ്ങൾ തന്നെ ഒന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താണ് ഡ്രിൽ ത്രൂ എന്ന് പറഞ്ഞ ഫിൽറ്ററിന്റെ കൺസെപ്റ്റ്. ഡ്രിൽ ത്രൂ. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഡ്രിൽ ത്രൂടെ കൺസെപ്റ്റ് ചെക്ക് ചെയ്യാം.
ആർക്കെങ്കിലും ചെയ്ത് കൺസെപ്റ്റ് മനസ്സിലായിട്ടാണെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമ്മൾ റെഡിയാക്കി. ഇത് ഓഫ്ലൈൻ മനസ്സിലാവുന്നില്ല. റീക്രൂ ചെയ്യണമെങ്കിൽ 2 പേജ് ഉണ്ടായിരിക്കണം കേട്ടോ. ഒരു സിംഗിൾ പേജിൽ ചെയ്യാൻ പറ്റില്ല. ഒരു പേജില് ഒരു വിഷ്വൽ നിന്ന് ഫിൽറ്റർ എടുത്തിട്ട് അടുത്തൊരു പേജിലോട്ട് പോകുന്ന പ്രോസസ്സാണ് ഇത്. ഒരു പേജില് ഒരു സ്പെസിഫിക് വിഷ്വൽ നിന്ന് ഫിൽറ്റർ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പേജിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ 2 പേജ് ഉണ്ടാവും. ഒന്ന് ഡെസ്റ്റിനേഷൻ പേജും ഒന്ന് ഏത് വിഷ്വലിൽ നിന്നാണോ ഫിൽറ്റർ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നത്. 2 പേജ് ഉണ്ടാവും. ഡ്രിൽ ത്രൂടെ കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് മിനിമം 2 പേജ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പൊ നാളെ വരുമ്പോഴേക്കും എല്ലാവരും ഡ്രിൽ ത്രൂടെ കൺസെപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മിനിമം 2 പേജ് വേണം. ഒന്ന് ഡെസ്റ്റിനേഷൻ പേജും ഒന്ന് വിഷ്വൽ കണ്ടെയ്ൻ ചെയ്യുന്ന പേജും. ഈ ഡെസ്റ്റിനേഷൻ പേജിന്റെ അകത്താണ് ഡ്രിൽ ത്രൂടെ സെറ്റിംഗ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വിഷ്വലുള്ള പേജിൽ ഒന്നും ചെയ്യേണ്ട. എവിടെ ചെയ്യേണ്ടത്? ഡെസ്റ്റിനേഷൻ പേജിലാണ് മൊത്തം കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പേജ് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തു, 68ഉം 69ഉം. 68 വിഷ്വൽ കണ്ടെയ്ൻ ചെയ്യുന്നതും 69 ഡ്രിൽ ത്രൂടെ ഡെസ്റ്റിനേഷൻ പേജും. എവിടെയൊക്കെ അതിന്റെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരുമോ? 69ലായിരിക്കും ചെയ്യേണ്ടി വരുമോ. അപ്പൊ നാളെ വരുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്താണ് ഡ്രിൽ ത്രൂ എന്ന് പറഞ്ഞ ആ ഒരു ഫിൽറ്ററിന്റെ കൺസെപ്റ്റ്. ഡ്രിൽ ഡൗൺ ക്ലിയർ ആയില്ലേ? ഡ്രിൽ ത്രൂവിന്റെ കൺസെപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ല. വളരെ സിമ്പിൾ ആണ്. സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഓൺലൈൻ എല്ലാവരും ക്ലിയർ അല്ലേ? എന്താ ചെയ്യാൻ പറഞ്ഞത്? യെസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൺലൈൻ ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. അപ്പൊ ശരിയാണ്. ഹലോ ഞാൻ പറഞ്ഞോളൂ നന്ദഗോപാൽ. സർ, ഞാൻ മറ്റേ ബ്രിഡ്ജിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അതൊന്ന് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ഏതാ ചെയ്യാൻ. ഏതാ ബ്രിഡ്ജിന്റെ മെനി ടു മെനി കൺസെപ്റ്റില് ഓക്കെ ബ്രിഡ്ജിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ഹലോ സർ, കാണുന്നുണ്ടോ സർ? കാണും. മോഡൽ വ്യൂലോട്ട് വന്ന് മോഡൽ വ്യൂ എങ്ങനെയാണ് ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? ഇത് ശരിക്കും ഏത് പറഞ്ഞാൽ ബ്രിഡ്ജ്? ബ്രിഡ്ജ് ഇതാണ്.
മുംബൈ എന്ന് പറയുമ്പോൾ ഇത് മെനി ടു മെനി കണക്ഷൻ ആയിരുന്നു. സിറ്റി ഐ ഡി ആരും ആരും തമ്മില് ഫാക്ടറി ഓക്കെ. ട്രിപ്സും ഉം, ഉം, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും. ഉം, അപ്പൊ അത് ഇനാക്റ്റീവ് ആക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഉം. എന്നിട്ട് ടേബിൾ കാണിച്ചു തന്നെ സാർ. ഒരു സെക്കൻഡ്. എന്നിട്ട് അതെങ്ങനെ ബ്രിഡ്ജ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ രണ്ട് ടേബിൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? വൺ ടു മെനി. അപ്പോൾ ഈ മറ്റേ ആ ഡിമെൻഷൻ റിപ്പീറ്റ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും ബ്രിഡ്ജും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല, അത് ഇനാക്റ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അല്ലല്ല, അതും കണക്ഷൻ മതി. ഈ മെനി ടു മെനി റിമൂവ് ചെയ്തേക്ക്. റിമൂവ് ചെയ്യണമല്ലോ. അത് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പം ഫാക്ട് ട്രിപ്പും ബ്രിഡ്ജ് ടേബിളും തമ്മിലൊരു വൺ ടു മെനി ആയല്ലോ. ആ, വൺ ടു മെനി. അതുപോലെ ബ്രിഡ്ജും മറ്റേ നമ്മുടെ ഡിമെൻഷൻ റിപ്പീറ്റ് ട്രിപ്പും തമ്മിൽ വീണ്ടും ഒരു വൺ ടു മെനി ക്രിയേറ്റ് ചെയ്യാം. സിറ്റി ഐ ഡി ടു സിറ്റി ഐ ഡി. സിറ്റി ഐ ഡി ടു സിറ്റി ഐ ഡി അങ്ങോട്ട് ഒരു അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ കണക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ. അങ്ങനെയാ ചെയ്യുക രണ്ട് സ്ഥലത്തും. നമ്മൾ ഇതിനവിടെ മെനി ടു മെനിയുള്ള കൺസെപ്റ്റ് അവിടെ നിന്ന് മൊത്തം റിമൂവ് ചെയ്യും. അത് യൂസേജ് ചെയ്യില്ല. ക്ലിയർ ആയോ? യാ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എന്താണ് ബ്രിഡ്ജ് ടേബിളിൽ നിന്ന് ഫാക്ട് ട്രിപ്പിലോട്ട് ഡാറ്റ ഫ്ലോ ആവുന്നുണ്ട്. അതുപോലെ ബ്രിഡ്ജിൽ നിന്ന് റിപ്പീറ്റ് ട്രിപ്പിലോട്ടും ഡാറ്റ ഫ്ലോ ആവുന്നുണ്ട്. ബ്രിഡ്ജിന് അങ്ങോട്ടൊരു പക്ഷെ ഇപ്പം റിപ്പീറ്റ് നേരെ ബ്രിഡ്ജിൽ വന്നിട്ട് ഫാക്ടിലോട്ട് പോകുന്നുള്ള കൺസെപ്റ്റ് വർക്ക് ആവില്ല. ക്രോസ് ഫിൽട്ടർ അങ്ങനെ വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വൺ ടു മെനി ബോത്ത് ഡയറക്ഷനിലാക്കേണ്ടി വരും. എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് നോക്കിയിട്ട് ബോത്ത് ഡയറക്ഷനിലാക്കേണ്ടി വരും. അത് നമ്മൾ ചെയ്യുന്ന അനാലിസിസ് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ക്ലിയർ ആയോ? അത് എല്ലാ വൺ ടു മെനിയും ഡിഫോൾട്ട് ആയിട്ട് സിംഗിൾ ഡയറക്ഷൻ ആയിരിക്കും. നമുക്ക് അനാലിസ് ചെയ്യുമ്പോൾ ഫ്ലോ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് വരണമെങ്കിൽ ചില സമയത്ത് അത് ബോത്ത് ആക്കേണ്ടി വരും. നമ്മുടെ അനാലിസിന്റെ പർപ്പസ് അനുസരിച്ച്. അതായത് ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ, അതായത് ഡിമെൻഷൻ റിപ്പീറ്റ് ടേബിളിൽ നിന്ന് ഡാറ്റ ഫ്ലോ ചെയ്ത് ബ്രിഡ്ജ് ടേബിൾ ത്രൂ ഫാക്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഫാക്ട് ട്രിപ്പും ഇതും തമ്മിലുള്ള ഫസ്റ്റ് വൺ ടു മെനി ബോത്ത് ഡയറക്ഷൻ ആക്കേണ്ടി വരും. വൺ ടു മെനി ബോത്ത് ഡയറക്ഷൻ. അത് ബോത്ത് ഡയറക്ഷൻ ആക്കണം. അങ്ങനെയല്ല ആ ഫ്ലോ കംപ്ലീറ്റ് ആവും. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞതാണ്. ക്ലിയർ ആയോ? നമ്മളിപ്പോ ബോത്ത് ആക്കി വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യോ? ഇല്ല, ബോത്ത് ഡയറക്ഷൻ ആക്കി വെച്ചാൽ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അറിയാതെ വേറെന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോ ആയിട്ട് ഇഷ്യൂ ഉണ്ടാവും. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലും ഒരു രീതിയിൽ ഡാറ്റ ഫ്ലോ ആയിട്ട് ഇഷ്യൂസ് വരാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ശരി.